ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ വീഡിയോയിലേക്ക്. മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വേഗം വെക്കാം. തിളച്ച് കഴിയുമ്പോൾ ഊറ്റി വെള്ളം മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തതിലേക്ക് കുറച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മെഴുക്ക് വരട്ടണം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മെഴുക്കുവരട്ടി തയ്യാറാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഊറ്റണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് മെഴുക്കുവരട്ടിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.